ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് എമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ എഫ്സൈഡ് വേർഷൻ 2.0 എന്ന വെഹിക്കിളാണ്. എമയുടെ എഫ്സൈഡ് എന്ന ഈ മോഡൽ ഇറങ്ങിയ കാലം മുതൽക്കേ യുവജനങ്ങളുടെ മനസ്സ് കീഴടക്കിയൊരു വെഹിക്കിളാണ്. ഇപ്പോൾ യമഹ എഫ്സൈഡിൻ്റെ വേർഷൻ 2.0 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ഈ പഴയ എഫ്സൈഡിൽ നിന്നും ഈ പുതിയ എഫ്സൈഡിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ആദ്യമായിട്ട് ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ എയറോഡൈനാമിക് ഡിസൈനാണ് വരുന്നത്. പഴയ എഫ്സൈഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഫ്രണ്ട് ഡൂമാണ് വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. എയറോഡൈനാമിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എയറിനെ കട്ട് ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നത് മൾട്ടി റിഫ്ലക്റ്റേഴ്സാണ്. നൈറ്റ് റൈഡിന് കുറച്ചും കൂടി വിസിബിലിറ്റി ഈ വെഹിക്കിൾ തരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനും ഫ്രണ്ട് ബ്രേക്ക് വരുന്ന ഡിസ്ക് ടൈപ്പ് ബ്രേക്കാണ് വരുന്നത്. ഫ്രണ്ട് ടയർ പ്രൊഫൈൽ വരുന്നത് 100/80 17 ഇഞ്ച് പ്രൊഫൈൽസാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കുറച്ചും കൂടി സ്പോട്ടി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ പഴയ എഫ്സൈഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഫ്രണ്ട് പോർഷനാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വെഹിക്കിളിനെ തികച്ചും ഒരു വേർഷൻ 2.0 എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ വെഹിക്കിളിൻ്റെ എഞ്ചിൻ ടൈപ്പ് വരുന്നത് എയർ കൂൾ 4 സ്ട്രോക്ക് ബ്ലൂ കോർ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഈ വെഹിക്കിൾ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 149 cc-യും. ഈ വെഹിക്കിൾ തരുന്ന മാക്സിമം ഔട്ട്പുട്ട് 13.1 PS at 8000 RPM-ഉം. മാക്സിമം ടോർക്ക് വരുന്നത് 6000 RPM-ലാണ്. ഈ വെഹിക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡ് വരുന്നത് ഇലക്ട്രിക് സ്റ്റാർട്ടാണ്. അതുപോലെ തന്നെ ഈ വെഹിക്കിൾ കംപ്ലീറ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. പഴയ എഫ്സൈഡിൽ നിന്നും എടുത്തു പറയേണ്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ ബെറ്റർ മൈലേജ് വെഹിക്കിൾ തരുന്നതാണ്. പഴയ എഫ്സൈഡിൽ നിന്നും പവർ കുറച്ച് കുറവാണെങ്കിൽ തന്നെ നമുക്ക് ഒട്ടും റൈഡ് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യുന്നതല്ല. ഈ വെഹിക്കിളിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 ലിറ്റേഴ്സാണ്. അതിൽ 1.2 ലിറ്റേഴ്സാണ് റിസർവ് കപ്പാസിറ്റി വരുന്നത്. അതിൽ 0.2 നമുക്ക് യൂസബിൾ അല്ല ബിക്കോസ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഈ വെഹിക്കിളിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 1990 mm-ഉം വിഡ്ത്ത് വരുന്നത് 770 mm-ഉം അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1030 mm-മാണ്. ഈ വെഹിക്കിളിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 790 mm-ഉം അതുപോലെ തന്നെ വീൽ ബേസ് വരുന്നത് 1330 mm-ഉം അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 mm-മാണ്. ഈ വെഹിക്കിളിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് 132 kg-മാണ്. അടുത്ത് നമുക്ക് മീറ്റർ പോർഷൻ നോക്കാം. മീറ്റർ കൺസോൾ വരുന്നത് പഴയ എഫ്സൈഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മീറ്റർ ക്ലസ്റ്ററാണ് ഈ വെഹിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രൽ കാണിക്കുന്ന ഇൻഡിക്കേഷൻസ് ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് ടേൺ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്കോ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ആ എക്കോ എന്നുള്ള ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പം പ്രോപ്പർ ഗിയർ ഷിഫ്റ്റ് ബെറ്റർ മൈലേജ് ആണെങ്കിൽ മാത്രമേ ആ ഇൻഡിക്കേഷൻ മീറ്ററിൽ കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെഹിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സെൻസേഴ്സിന് കംപ്ലയിൻറ്റ് വന്നിരുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ വേണ്ടി തന്നെ മീറ്ററിൽ ഒരു ഓറഞ്ച് ബ്ലിങ്കിങ് ലൈറ്റ് വരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വണ്ടി സർവീസ് സ്റ്റേഷനിൽ കാണിക്കേണ്ടതാണ്.
ഈ വെഹിക്കിളിൻ്റെ ഫ്രെയിം ടൈപ്പ് വരുന്നത് ഡയമണ്ട് ടൈപ്പ് ഫ്രെയിമാണ് ഈ വെഹിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വെഹിക്കിളിൻ്റെ റിയർ സസ്പെൻഷൻ വരുന്നത് മോണോക്രോസ് ആണ്. അതുപോലെ തന്നെ റിയർ ടയർ സൈസ് വരുന്നത് 140/60 R17 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. പിന്നെ പഴയ എഫ്സെൽ വരുന്നത് സിംഗിൾ സീറ്റാണ്. ബട്ട് ഈ വെഹിക്കിളിൽ വരുന്നത് സ്പ്ലിറ്റ് സീറ്റാണ്. ഈ സ്പ്ലിറ്റ് സീറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ പെയിൻ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഈ വെഹിക്കിളിൻ്റെ ബാക്ക് സൈഡ് എൻ്റർലി ഡിഫറെൻ്റ് ആണ് പഴയ എഫ്സെല്ലിൽ നിന്നും. തികച്ചൊരു വ്യത്യസ്തമായ ഡിസൈനിലാണ് ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി സ്പോർട്ടി ഫീൽ നൽകുന്ന ബാക്ക് സൈഡാണ് ഈ വെഹിക്കിളിൽ യമഹ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ചെറിയ ക്യൂട്ട് LED ടെയിലാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ആ ടെയിലിൻ്റെ അടിയിൽ തന്നെ നമ്പർ പ്ലേറ്റ് വ്യൂ ചെയ്യാനുള്ള ലൈറ്റും ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഓവറോൾ ഈ വെഹിക്കിളിൽ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു സ്പോർട്ടി ഫീൽ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ലുക്ക് വെഹിക്കിൾ നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഈ വെഹിക്കിളിൻ്റെ മഡ് ഗാർഡ് റിയർ മഡ് ഗാർഡ് നോക്കുകയാണെങ്കിൽ ഒരു എൻ്റയർ ഡിഫറെൻറ്റ് ബാക്കി വെഹിക്കിൾസിൽ നിന്നും ഡിഫറെൻറ്റ് ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ മഡ് ഗാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ മഡ് ഗാർഡിൽ തന്നെ സാരി ഗാർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ വെഹിക്കിളിൽ എക്സ്ട്രാ ഒരു സാരി ഗാർഡ് വെൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് മഫ്ലർ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ഒരു ചെറിയ മഫ്ലറാണ് ഈ വെഹിക്കിൾ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ സൈഡ് വൈസ് നോക്കുമ്പോൾ ഒരു സ്പോർട്സ് വെഹിക്കിൾ എന്ന് തന്നെ നമുക്ക് ഈ വെഹിക്കിൾ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഈ വെഹിക്കിളിൻ്റെ ഗ്രാബ് ബാസ് നോക്കുകയാണെങ്കിൽ പഴയ എഫ്സെല്ലിൽ നിന്നും എൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഇതിൻ്റെ ഗ്രാബ് ബാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഗ്രാബ് ബാസ് ഒരു മെറ്റാലിക് ഗ്രേ ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഓവറോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ നൽകുന്നു. ഈ വെഹിക്കിൾ 2 കളേഴ്സിലാണ് അവൈലബിൾ, റെഡ് ആൻഡ് ബ്ലാക്ക് കളർ. അതുപോലെ തന്നെ ഈ വെഹിക്കിളിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത് 50 km/L. അതുപോലെ തന്നെ ഈ വെഹിക്കിൾ വരുന്നത് 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഓവറോൾ നമുക്ക് ഈ വെഹിക്കിളിനൊരു എഫ്സെഡ് വേർഷൻ 2.0 തന്നെ വിശേഷിപ്പിക്കാം. തികച്ചും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് പഴയ എഫ്സെഡിൽ നിന്നും ഈ വെഹിക്കിളിൽ യമഹ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വെഹിക്കിളുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇന്ദ്രീത് സൈനിങ് ഓഫ്. ബൈ.